1 Corinthians 9:27. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതിനുള്ള വീഴുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും ഈ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട്. ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട്, എല്ലാവരും തന്നെ. മറ്റുള്ള വചനം പ്രസംഗിക്കുന്നവർ തന്നെ. കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ്. ക്രിസ്തുവിനെ പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെ അറിയാമോ? അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ, അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ടാവും. പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലും ഒരു മോഡലാകത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, ഇതാണ് ഈശോ വർത്തമാനത്തിലേക്ക് എല്ലാം വരുമല്ല, സ്വയം. മത്തായി 18:4 ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതിൻ്റെ വിഷയം നമ്മൾ ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയാണ്, കൂനയാണ്, ശിശു നിഷ്കളങ്കനാണ്, ആന, അതൊന്നും അല്ല പ്രശ്നവും. സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. ശിശുവിനവിടെ പ്രാധാന്യമൊന്നും ഇല്ല. ശിശുവിന് മോഡലാണ്, ടീച്ചിങ് എയ്ഡാണ്. അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കണത് എന്താണ്? ഈശോ ഉദ്ദേശിക്കണത് സ്വയം ചെറുതാകുക എന്നുള്ളതാണ്. സ്റ്റാറ്റസ് ലോയിങ്ങാ, അല്ല സാത്താൻ കൊണ്ടൊന്നും ചെറുതാക്കണമല്ല മറ്റുള്ളവർ. നമ്മൾ തന്നെ സ്വയം ബൈബിൾ ഭയങ്കര ഫിൽറ്ററിങ്ങാണ്. അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട്. അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും. സ്വയം പരിത്യജിക്കണം എന്ന് പറഞ്ഞല്ലേ. മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിത്യജിപ്പിക്കണം അല്ലത്. എന്തൊരു രസം. ഇപ്പോൾ കൃപാസനത്തിൽ തിരിച്ചിട്ടില്ലേ, സ്വാതന്ത്ര്യത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ അവിടെ കംപ്ലീറ്റ് തീരുമാനം ആ വ്യക്തിയുടേതായിരിക്കണം. ഈശോയും പറയുന്നുണ്ട്. ഈശോ പറയണത് എന്താ? ഈശോ എന്താ പറയണത്? സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഇപ്പം സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുപെടുത്തതിൻ്റെ പിന്നാലെ വരണം. അതെടുത്ത് ആ ഭാഗം എടുത്ത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മർക്കോസ് 8:34 ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മർക്കോസ് 8:35 ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും, അതിനെ ഭദ്രമാക്കും. ഇപ്പം ആദ്യത്തെ വചനത്തിനാണ് ഇവിടെ പ്രാധാന്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വചനം വായിച്ചേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതായത് ഈശോയുടെ വാക്കിൻ്റെ അകത്തെല്ലാം ഈ സ്വയം എന്നുള്ള സംഭവം കയറി വരുന്നുണ്ട്. തീരുമാനം എപ്പോഴും സ്വന്തമായിരിക്കണമെന്ന്, മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അല്ലെന്ന് ആയിരിക്കരുതെന്ന്. അതാണ് ഈ ശിശുവിനെ 18:4 വായിച്ചില്ല നമ്മൾ മത്തായി. എന്താണത്? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ്. അപ്പം ശിശുവിനല്ല പ്രാധാന്യം, സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. സ്വയം ചെറുതാകാൻ. അപ്പോൾ ഈ ഈശോയ്ക്ക് കൊടുത്ത പ്രലോഭനം അതുതന്നെയാണ്. എന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ് സ്വയം ചെറുതാകാൻ പറഞ്ഞ്. അതിനാണ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുന്നത്, സ്വയം ചെറുതാകാൻ. അവിടെ വായി നോക്കി ആ പലുതാക്കാത്ത വന്ന് ഓരോ കാര്യം പ്രലോഭനം പറഞ്ഞു കൊടുത്തിട്ട് ഇവനെ കൊച്ചാക്കി നോക്കും. പല രീതി കല്ലപ്പം ആകുക, ഇങ്ങനെയുള്ള തരിക പരിപാടിയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇതിനെല്ലാം കൺഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ദൈവപുത്രനാണെന്നുള്ളത് ഒരു ആട്രിബ്യൂഷൻ അല്ല, അത് യേശു സ്വയം ആർജിച്ചതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ പ്രലോഭനത്തിലൂടെ ജയിച്ചിരിക്കുന്നതാണ്. ജയിച്ചു കഴിയുമ്പോൾ പറയാൻ എന്താണെന്നറിയാമോ? അവൻ ആത്മാവിൽ ശക്തിപ്പെട്ട്
ആ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് യൂദയയിലേക്ക് വന്നു. അപ്പം നിന്നെ മരുഭൂമി കൊണ്ടുപോയതും സ്റ്റാറ്റസ് ലോ ചെയ്യാൻ നോക്കിയതും എന്തിനു വേണ്ടിയാണ്? ആത്മാവിനെ ശക്തിപ്പെടും. ദൈവമേ, നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം ദൈവം. മരുഭൂമി അനുഭവങ്ങളിലൂടെ നടത്തിപ്പോണം ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? 14:14 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. മനോഹരമാണ് സുവിശേഷം. എന്നെ നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്നത്. മരുഭൂമി നടക്കണത് എന്താണ്? ദൈവപുത്രൻ എന്നുള്ള നിൻ്റെ സ്റ്റാറ്റസ് എവിടെയാണ് നിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണത്? അന്ന് നീ മരുഭൂമിയിലാണെന്ന് ഓർക്കണം. നീ മരുഭൂമിയിലാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നീ ആത്മാവ് ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് സത്യം. ഇതാണ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഗംഭീര പ്രോസസ്സിങ്ങാണ്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം അവരുടെ പേരെന്നാ കവിത വെട്ടിയാറിൽ നിന്ന്. കവിത എന്ന് പറഞ്ഞാൽ നോൺ ക്രിസ്ത്യനാണ്. പക്ഷെ അവർ നോൺ ക്രിസ്ത്യൻ ആണെങ്കിലേ അവരുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത് അവരിതുപോലെ ഒക്കെ കുറേ പ്രോബ്ലംസാണ്. ഒന്ന്, അവർക്ക് ഒരു സ്ഥലമുണ്ട്. പക്ഷേ രണ്ട് പറമ്പ് ആ പറമ്പിലേക്ക് വഴിയില്ല. അതാണ് പ്രശ്നം. വിൽക്കാനും പറ്റത്തില്ല, പൊറുക്കാനും പറ്റത്തില്ല. പൊറുക്കാനും പറ്റത്തില്ല. അപ്പം ഇവിടെ ഉഴമ്പെടുക്കാൻ നേരത്ത് കവിത കർത്താവേ വിൽക്കാനും പറ്റണില്ല, പൊറുക്കാനും പറ്റണില്ല എന്ന് എഴുതി. അതെ. അപ്പോൾ ഇവർ വഴി കൊടുത്താൽ മതി, പക്ഷെ കൊടുക്കത്തില്ല. വർഷങ്ങളോട് ചോദിക്കുന്നതാണ്, കിട്ടണില്ല. ഇവളുടെ ആസ്തി എന്താണ്? ഇവളുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നിഷ്കപടതയാണ്. കർത്താവിൻ്റെ തിരുസന്നിധി എടുത്ത ഉടമ്പടിയിൽ ഈ കവിതയുടെ സാക്ഷ്യം വായിക്കാൻ കേൾക്കാൻ നല്ല രസമാണ്. കവിത ഒരു ദിവസം ഒരു പള്ളിയുടെ വാക്കി കൂടി പോവുകയാണ് രാത്രി. അപ്പോഴുണ്ട് പെരുമഴയത്ത് 2 കെട്ട് കൃപാസനം പത്രം കിടന്ന് കുതിർന്ന് കിടക്കണം. അപ്പോൾ ഇവർ ആ 2 പത്രം വെള്ളത്തിൽ നിന്ന് എടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് ഉണക്കി പഴയതുപോലെ തേച്ച് വൃത്തിയാക്കി എടുത്തിട്ട് ഇവൾ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കർത്താവിന് നിഷ്കാപട്യം പിടികിട്ടി. ഇരുട്ടത്ത് കിട്ടിയ പത്രമല്ലേ, ഇവിടെ ചവിട്ടിപ്പോയാലും ആര് തിരക്കാനാണ്? അത് ഓർക്കണം. ക്രിസ്ത്യൻ പള്ളിയുടെ വാതിക്ക് ക്രിസ്ത്യൻ പത്രം മഴയത്ത് കിടന്ന് രാത്രി നനയുകയാണ്. ഒരു നോൺ ക്രിസ്ത്യൻ ആ പത്രം എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ഉണക്കുകയാണ്. ഇവിടെയാണ് ക്രിസ്ത്യൻസ് പണി മേടിക്കുന്നത്. അത് വെച്ച ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൃപാസന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? അത് ആൾക്കാരെ കൊടുക്കേണ്ടത് കൊണ്ടുവന്ന് ഇട്ട് അവിടെ നിന്ന് പറന്നു പോകുകയൊക്കെ ഇതിനെ വെള്ളത്തിൽ വീണിട്ടുള്ളത്. അവിടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ കൈമാറ്റത്തിന് വേണ്ടി ആണ് ഈ പത്രം അവിടെ അനുഭവങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല മതം മാറ്റമൊന്നുമല്ല, അത് ബോധമില്ലാത്തവന്മാർ പറയണ അതല്ല. ക്രിസ്തു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ആ നിത്യതയിലും ഇഹത്തിലും പരത്തിലും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അവകാശമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ. പക്ഷേ അതേസമയം തന്നെ ഈ വിഷയം എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം ഈ ക്രിസ്ത്യൻ പള്ളി ഇരുട്ടത്ത് മഴയത്ത് കിടന്ന് നനഞ്ഞ ഈ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അഴയിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് തേച്ച് കൊണ്ടുനടന്ന് എല്ലാ വീട്ടിലും കൊടുക്കുകയാണ്. ഈ ആളിനോട് ദൈവം എന്ത് ചെയ്യണം? ദൈവം ചെയ്യാനുള്ള മാക്സിമം ചെയ്തു. എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം ഈ 2 വീട്ടുകാരും വർഷങ്ങളായിട്ട് വഴി കൊടുക്കാത്ത 2 വീട്ടുകാരും ഇവിടുത്തെ വീട്ടിൽ വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ പോകണം, നിനക്ക് വഴി വേണ്ടതെന്നും പറഞ്ഞ് 6 മീറ്റർ വഴി നീളത്തിലുള്ള വഴി 2 പേരും കൂടി കൂടുതലും പോയി. അതാ വിഷയം. കാപട്യമില്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ഡീലിങ് നമ്മൾ ദൈവത്തോട് നടത്തി. ഇപ്പം നമുക്കെല്ലാം പറ്റുന്ന വിഷയം വെച്ചാൽ ദൈവം ആദ്യം ഒരു അത്ഭുതം കാണിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് അത് കാപട്യമാണ്.
ദൈവം ആദ്യം അത്ഭുതം കാണിച്ചിട്ട് നീ ഉടുത്ത് കെട്ടി ഇറങ്ങാമെന്ന് പറയണതിന് പിന്നിൽ ഒരു കാപട്യമുണ്ട്. ഇത് ദൈവം വെച്ച് പൊറപ്പിക്കത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രീതി എന്നാണ് വെച്ചത്, കർത്താവ് ചെയ്യാനുള്ളത് ആദ്യമേ ചെയ്ത് കഴിഞ്ഞു. കുരിശിലെ മരണവും വീണ്ടെടുപ്പും. ഇനി നമ്മുടെ ഓപ്ഷൻസാണെല്ലാം. അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിലുള്ള പ്രഖ്യാപനമായാലും ഉയർപ്പിലുള്ള വിശ്വാസമായാലും വരെയുള്ള കാത്തിരിപ്പായാലും എല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല ഇനിയും ദൈവം ചെയ്യട്ടെ എന്നതിന് അതിനകത്ത് ലോജിക്കില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ട് എല്ലാ കാര്യങ്ങളുടെ കാര്യത്തിലും ഞാൻ അച്ഛൻ്റെ വർത്തമാനമൊക്കെ നിങ്ങൾ മക്കൾ കേട്ടതിന് ശേഷം, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിത് പൊളിച്ചെഴുതണം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് അനുകൂലമായ രീതിയിൽ പൊളിച്ചെഴുതി നിങ്ങൾ വീണ്ടെടുപ്പിൻ്റെ വലിയ കൃപ ധരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ പേര് ആശ. ഞാൻ കൊല്ലം ജില്ലയിൽ ഐവർകാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 18/5/2023 അന്ന് ഞാൻ വരുന്നത് എനിക്ക് ആസ്മ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. അന്നത്തെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്ന ആ ഒരു അവസ്ഥയാണ് അന്നത്തെ ഒരു എന്നെ അന്ന് കണ്ട ജനങ്ങൾക്കൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാം. അന്നത്തെ ഒരു അവസ്ഥയായി ഫോട്ടോയിൽ കാണുന്ന ഈ ഫോണിൽ കാണുന്ന ഫോട്ടോയായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ രോഗത്തിൽ ഒരുപാട് മാറ്റങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങിത്തരുവാനിടയായി. ആദ്യം തന്നെ എനിക്ക് ആസ്മ എന്ന് പറയുന്ന അസുഖം വലിയ രീതിയിലൊന്നും ഇല്ലെങ്കിലും ശരി തന്നെ എനിക്ക് ഇൻഹേലർ ഉപയോഗിക്കാതെ എൻ്റെ ജീവിതം ഇല്ലായിരുന്നു. ഒരു ദിവസം തന്നെ എനിക്ക് 2-3 ഇൻഹേലർ വേണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെ തള്ളി പിന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ TV ആശുപത്രിയിൽ നിന്നൊക്കെ ഞാനിനി ഇല്ലെന്ന് പറഞ്ഞതാണ്. ഒരു സംഖ്യ 8 നമ്മൾ എങ്ങനെ എഴുതും? ആ 8 പോലെ ആയിരുന്നു എൻ്റെ ജീവിതം. അതേപോലെ ആയിരുന്നു എൻ്റെ ശരീരം. ആ 8-ൽ നിന്ന് ഞാൻ യൂട്യൂബിലൂടെ അമ്മ മാതാവിനെക്കുറിച്ച് അറിയാനിടയായി. അതിലുപരി ഞാനൊരു അക്രൈസ്തവയാണ്, ക്രിസ്ത്യനല്ല, ഞാനൊരു അക്രൈസ്തവയാണ്. യൂട്യൂബ് വഴി കൃപാസനത്തിലെ അമ്മ മാതാവിനെക്കുറിച്ച് ഞാൻ അറിയാനിടയായി. അങ്ങനെ അറിയാനിടയായപ്പോൾ ആദ്യം എനിക്കൊരു ഇതിനോടൊരു വലിയ ഇത് വന്നില്ല. പക്ഷേ പിന്നീട് ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് അമ്മയോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൂടാ, അമ്മ അത് കേൾക്കുമല്ലോ എന്നൊക്കെ തോന്നി. ഞാൻ അമ്മയോട് എൻ്റെ ഓരോരോ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. ആദ്യം ഭയങ്കര ഒരു എന്തോ പറയണ്ടേ, എനിക്കതിനൊരു ഇത് വന്നില്ല. പിന്നീട് കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ വന്നു. പിന്നെ അങ്ങനെ ഞാനിവിടെ കൃപാസന സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുമ്പ് അന്ന് ഞാൻ വന്ന സമയത്തെ ഫോട്ടോയാണ് ഇന്ന് പിന്നെ കാണിച്ചത്. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ വന്നപ്പോൾ ഈ ഭാഗത്താണ് ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ്. എനിക്ക് 2 മക്കളുണ്ട്. പിന്നെ എൻ്റെ മൂത്ത മകൻ +1 പഠിക്കുന്നു, ഇളയ മകൾ 1ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ ആശുപത്രിയിൽ നിന്നെല്ലാം തള്ളിയതാണ്. പിന്നെ എനിക്കിനി എൻ്റെ ശരീരത്തിൽ വേദന തിന്നാൻ വയ്യ. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ജനങ്ങളെല്ലാം എൻ്റെ രൂപം കണ്ട് എൻ്റെ അന്നത്തെ ഒരു അവസ്ഥ അതായിരുന്നു. പക്ഷേ ഞാനിവിടുത്തെ ഈ ഉടമ്പടി ഓരോ സ്ഥലത്തും പോയി അതെല്ലാം പൂർത്തിയാക്കി വീട്ടിൽ പോയി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വേദന തിന്നാൻ വയ്യ, ഒന്നി എന്നെ അങ്ങ് വിളിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് എനിക്ക് ജീവിക്കണം അമ്മയെന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ട് ഞാൻ നേർച്ച വസ്തുക്കളിൽ ഉടമ്പടി എണ്ണ എൻ്റെ ശരീരത്ത് തേച്ച് എൻ്റെ ശരീരം മുഴുവനും ഞാൻ എണ്ണ തേച്ച് അമ്മയോട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. പുറത്തു നിന്നൊരാൾ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ കിടക്കുന്ന റൂമിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ കാണത്തില്ല, ദൂരെ നിന്ന് അവർ കാണുന്നത്. കാരണം എൻ്റെ അസുഖം അവർക്ക് വരുമോ. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മോൻ എന്നോട് പറയും, അമ്മയെ കാണാൻ ഞങ്ങൾക്ക് വയ്യ, അമ്മയെ കാണുമ്പോൾ പേടിയാവുന്നു. അന്ന് മുടിയൊന്നുമില്ല, മുട്ടയടിച്ച് വേറൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൽ എനിക്കൊരുപാട് മാറ്റങ്ങൾ വന്ന് അമ്മയെ കൂടുതൽ അറിയുവാനും അമ്മ ഉറക്കത്തിൽ സ്വപ്നം കാണുവാനിടയായി. പിന്നെ അന്നെനിക്ക് സ്വപ്നം കണ്ടതിൻ്റെ അർത്ഥങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അമ്മയോട് എൻ്റെ കാര്യങ്ങൾ, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഒരു സഹോദരൻ, എനിക്ക് 2 മക്കൾ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നും മറച്ചു വയ്ക്കാതെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് അവിടെ നിന്ന് ആദ്യം എൻ്റെ ശരീരത്തിൽ ഈ തൊലി അല്ലായിരുന്നു,
എൻ്റെ അസുഖം കൂടിയ സമയത്ത് വേറൊരു കളറ്, ഒരു കുഞ്ഞുങ്ങൾ എന്നെ നോക്കത്തില്ല. എനിക്ക് തന്നെ പേടിയാണ് എൻ്റെ ശരീരത്തോട്ട് ഇങ്ങനെ നോക്കാനായിട്ട്. പക്ഷേ എനിക്കതെല്ലാം മാറി. എൻ്റെ അമ്മ മാതാവ് അതൊക്കെ മാറ്റിത്തന്ന് എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസങ്ങളായപ്പോൾ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടറിന് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു എന്നെ ആദ്യം കണ്ടപ്പോൾ. മരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3 ദിവസമേ ഉള്ളൂ, ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആ ആശുപത്രി ചെക്കപ്പിനായിട്ടൊക്കെ ചെന്ന സമയത്ത് എന്തോ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പിന്നെ അതിലുപരി അത് രോഗം ഇത്രയൊക്കെ മാറ്റിത്തന്ന വഴി അപ്പോൾ ഞാൻ ആ ഒരു അവസ്ഥയിൽ എൻ്റെ ആശുപത്രി കൂടെ നിൽക്കുന്നതൊക്കെ എൻ്റെ മോനായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ മോന് എൻ്റെ കൂടെ ആശുപത്രിയിൽ എനിക്ക് അമ്മയില്ലാത്തതിൻ്റെ കാരണം എൻ്റെ ഭർത്താവും എൻ്റെ മോനും എൻ്റെ കൂടെ എപ്പോഴും ആശുപത്രിയിൽ. വീട്ടിലായിട്ടൊരു ബന്ധമില്ല, ആശുപത്രി പോവുക വരിക, അങ്ങനെ ഒരു ജീവിതമായിരുന്നു. സ്കൂളിൽ പോയി പഠിച്ച കുഞ്ഞല്ലായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ SLC പരീക്ഷ എൻ്റെ മോൻ എഴുതുന്ന സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, ഞാൻ കിടക്കുന്ന കട്ടിലേ കിടന്നുകൊണ്ടു അല്ലാതൊക്കെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എല്ലാ പിള്ളേരും ട്യൂഷന് പോയി പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് ട്യൂഷനും പോകുന്നില്ല. സ്കൂളിൽ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ അവൻ 1-2 ദിവസമോ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോയി അവൻ പഠിക്കുന്നില്ല. അമ്മ മാതാവേ, എല്ലാ കുഞ്ഞുങ്ങളും പരീക്ഷ എഴുതി SLC പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് പാസ്സാവുമ്പോൾ എൻ്റെ മകന് +1 അമ്മ കൊടുക്കണേ അമ്മ മാതാവേ എന്ന് ഞാൻ അമ്മയോട് നിരന്തരം എന്നും ഈ മോനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും അതേ ഉള്ളായിരുന്നു പറയാൻ. പക്ഷേ SLC റിസൾട്ട് വന്നപ്പോൾ +1 ഞാൻ ചെയ്തെടുത്ത് എൻ്റെ അമ്മ മാതാവ് ഈശോയുടെ കയ്യിൽ നിന്ന് എൻ്റെ മകന് 7 A+, 3 B കൂടി എൻ്റെ മോൻ അവിടെ പാസ്സായി. 3ാമത്തെ കാര്യം, എൻ്റെ ഭർത്താവ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ സങ്കടങ്ങൾ പറയാനോ ഒന്നും എനിക്ക് ആരുമില്ല. എപ്പോഴും ഞാൻ അങ്ങോട്ട് കുറ്റപ്പെടുത്തുമായിരുന്നു. അന്ന് ഞാനായിരുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് തെറ്റായിരുന്നു, ഞാൻ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് പിന്നീട് എൻ്റെ രോഗത്തിലൂടെ എനിക്ക് ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായി ഞാനവിടെ വട്ടപൂജ്യമായിരുന്നു. കാരണം ആ ഒരു അവസ്ഥയിലൊക്കെ എൻ്റെ ഭർത്താവാണ് എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തടത്ത് എൻ്റെ അച്ഛനായിട്ട്, എൻ്റെ അമ്മയായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയുമായിട്ടും എൻ്റെ ഭർത്താവാണ് അവിടെ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞ് മുമ്പോട്ട് പോയത്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് എണ്ണയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൽ എല്ലാവരും കഴിക്കാനും എടുക്കാനും ഒക്കെ ചോയി. പിന്നെ ഇന്ന് നിമിഷം വരെ എൻ്റെ ഭർത്താവ് മദ്യപാനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. പരിശുദ്ധ അമ്മ അവിടെയും ഞങ്ങളെ അമ്മ ഈശോയുടെ കയ്യിൽ നിന്നും വാങ്ങിത്തന്ന ഒരു അനുഗ്രഹം. അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ ഓരോരോ ടോക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും മുൻപിൽ മുട്ടുകുത്തുന്ന ഒരാളെ മറ്റൊരാളുടെ മുൻപിൽ മുട്ടുകുത്തുവാൻ അമ്മയും ഈശോയും അനുവദിക്കത്തില്ല എന്നെനിക്ക് മനസ്സിലായ സമയത്ത് പള്ളിയാണോ പരിസരമാണോ എവിടെയാണോ എനിക്ക് സന്തോഷം തോന്നിയാലും എനിക്ക് സങ്കടം തോന്നിയാലും അവിടെ ഞാൻ മുട്ടുകുത്തിയിരിക്കും. കാരണം അത് മക്കളുടെ കാര്യങ്ങൾക്കായിക്കൊള്ളട്ടെ, സാമ്പത്തികപരമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ഇനി വേറൊരു വ്യക്തിയുടെ കാര്യമായിക്കൊള്ളട്ടെ, എനിക്കപ്പോൾ മുട്ടുകുത്തണോ, അത് റോഡായിക്കൊള്ളട്ടെ, പള്ളി ആയിക്കൊള്ളട്ടെ, അമ്പലമായിക്കൊള്ളട്ടെ, പോകുന്ന വഴി ആയിക്കൊള്ളട്ടെ, എനിക്ക് മുട്ടുകുത്തണം. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരാളെ മറ്റൊരാളുടെ മുൻപിൽ മുട്ടുകുത്താൻ അമ്മയും ഈശോയും അനുവദിക്കത്തില്ലെന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായത്. പിന്നെ അതിലുപരിയായിട്ട് ഞാൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഓടിയിട്ട ഒരു വീട്ടിലാണ് എൻ്റെ ജീവിതം. പിന്നെ ആ 20 വർഷത്തെ പഴക്കമുണ്ട് എൻ്റെ വീട്ടിൽ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്, അന്ന് അവളൊന്നിലല്ല അംഗൻവാടി പോകുന്ന സമയം, ഞാൻ വയ്യാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങ് ജോലിക്ക് പോകും. ഒരു ചേര എന്നും വന്നിട്ട് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് അത് നീളത്തിലായിരിക്കുന്നത്. നീളത്തിൽ വന്ന് ഞാൻ എവിടെ ഇരിക്കുന്നുവോ കിടക്കുന്നുവോ എൻ്റെ തലയ്ക്കൽ ഒരു ചേര, എന്നും നിരന്തരം ഒരു ചേര വരുക. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ ഇതെന്തുവാ ഇങ്ങനെ 1 വന്ന് 2 വന്ന് 3 വന്ന്, പിന്നീട് പകൽ വന്നുകൊണ്ട് പകൽ ചേര വരും, രാത്രി കാലങ്ങളിൽ പാമ്പ് വരാൻ. ഞാനില്ലേ ഉറക്കഗുളിക ഇൻഹേലറായിട്ടൊക്കെ ഉള്ള ജീവിതത്തിൽ വലിയ ഉറക്കമൊന്നും ഇല്ലല്ലോ, പിന്നീടല്ലേ അതൊക്കെ ഉപേക്ഷിക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് എന്തോ ഒരു പടവെന്നൊരു ശബ്ദം കേട്ട്. ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് അദ്ദേഹം ലൈറ്റ് ഇട്ട് നോക്കിയപ്പം കാണാം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഭർത്താവും കിടക്കുന്ന പായ്ക്കകത്തോട്ട് പാമ്പ് ഇഴഞ്ഞു പോകുന്നേ.
ഇത് കണ്ട അന്നേരം എൻ്റെ അമ്മയെ മാതാവേന്ന് ഒറ്റ വിളിയേ ഞാൻ വിളിച്ചുള്ളൂ. പിന്നെ എനിക്ക് എന്തോ പറയണോ, എൻ്റെ ആ പാമ്പിൻ്റെ പകുതി ഭാഗവും എൻ്റെ മക്കൾ കിടക്കുന്ന ആ പായുടെ ഒരു അവസ്ഥയിൽ ഒരച്ഛനും അമ്മയായിട്ടുള്ള നമ്മളത് കാണുന്ന രാത്രി 12 മണി കഴിഞ്ഞ സമയം ഒന്ന് ഓർത്ത് നോക്കിയേ. ദൈവത്തെ വിളിക്കുവോ അതോ നമ്മൾ എന്തോ കുഞ്ഞുങ്ങളെ എടുക്കുവോ? എനിക്കാണെങ്കിൽ ഇതൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കാനേ ആ കട്ടിലെ കിടക്കാനേ എന്നെ കൊണ്ടന്ന് പറ്റത്തുള്ളൂ. ആ മനുഷ്യൻ അന്ന് ആ 2 കുഞ്ഞുങ്ങളുടെ അടുത്ത് എനിക്ക് വാക്കുകളില്ല. ഞാൻ അന്നതിനെ കൊന്നതൊന്നുമില്ല. എൻ്റെ ഭർത്താവ് അതിനെ ഓടിച്ചു വിട്ടു, കഥ തുറന്ന് അതങ്ങ് ഇഴഞ്ഞു പോയി. പിന്നീട് ഞാൻ അമ്മയോട് ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ രോഗത്തിൽ എന്നെ കാണുന്ന സമയത്ത് എൻ്റെ മോൻ വരെ പറഞ്ഞ് എന്നെ കണ്ടിട്ട് അറപ്പ് തോന്നുന്ന അമ്മ, ഈ തൊലിയൊന്നും ആയിരുന്നില്ല. പിന്നെ എൻ്റെ രോഗത്തിൽ എനിക്ക് ഇത്രത്തോളം വിടുതൽ എൻ്റെ അമ്മ ഈശോയുടെ വായിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന്. 18 വർഷമായി കുടിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനുഷ്യൻ്റെ മദ്യപാനം മാറ്റി തന്നുണ്ടെങ്കിൽ നിസ്സാരം ഒരു ചേരയും പാമ്പിനെയാണോ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി തരാൻ പറ്റാത്തത്? ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് വീടിൻ്റെ 4 സൈഡിലും ആരും ചവിട്ടാത്ത മൂലയിൽ കൊണ്ടിട്ട് വെളിയിൽ നിന്നിട്ട് പിള്ളേരില്ലാത്ത സമയം ചെയ്യൂ. പിള്ളേരുള്ളപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം എൻ്റെ കൊച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം മാരി അങ്ങ് ചെയ്യൂ. അതിന് ഞാൻ അവളില്ലാത്ത സമയത്ത് ഉപ്പ് കൊണ്ട് പെരയുടെ മേളിലേറിയേ എന്നെയും കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളെല്ലാം ഉപ്പ് ഞാൻ ചെയ്ത് അമ്മ മാതാവിൻ്റെ ഇതേപോലുള്ള വേറൊരു കുഞ്ഞു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിച്ച് എനിക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ച് ആരും ചവിട്ടാത്ത ഒരു മൂലയിൽ കൊണ്ട് കുടിച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഈ മണ്ണിൽ ജീവിക്കുന്ന ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഇനി ഒരു ഇഴജന്തുക്കളാട്ടെ, ഒരു രോഗം ആയിക്കൊള്ളട്ടെ, പിന്നെ മറ്റിനി എന്തോ ഒരു ഇതായിക്കൊള്ളട്ടെ, ഭയപ്പെടുത്തല്ലേ, ഇനി ഓടാൻ വയ്യ ചാടാൻ വയ്യ എന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു. പിന്നീടും ഈ ചേരയും പാമ്പും വരുന്നതേ ഉള്ളൂ. എത്രത്തോളം പ്രാർത്ഥിച്ചു ഉപ്പ് ഇട്ടിട്ടോ ഒന്നും ചേര മാറുന്നില്ല, പാമ്പ് മാറുന്നില്ല. ഇത് നാടറിഞ്ഞു, വീടറിഞ്ഞു, അയലോക്കം അറിഞ്ഞു, ഒരാളറിഞ്ഞാൽ പോരായോ, എല്ലാവരും അറിഞ്ഞ് കളിയാക്കലോട് കളിയാക്കലുകളായി. അതിനുശേഷം ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങിയ സമയത്ത് ഞാനൊരു സ്വപ്നം കാണാനിടയായി. എൻ്റെ അമ്മ മാതാവിനെ കാണാനിടയായി, എൻ്റെ ഈശോയെ കാണാനിടയായി. ഞാനൊരു വിശ്വാസ പ്രമാണം അന്നേരം ഒരു സംഖ്യ എൻ്റെ മനസ്സിൽ എനിക്ക് കണ്ട്, അത് ആരുമില്ലാത്ത സമയത്ത് പകൽ സമയത്ത് ഞാൻ ആ സംഖ്യ എൻ്റെ മനസ്സിൽ കിട്ടിയ ആ സംഖ്യ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് കൊണ്ട് ഇടണമെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അതുപോലെ ഞാൻ ചെയ്തു. പിന്നെ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരു ചേരയായിട്ട് പാമ്പായിട്ട് പല്ലിയായിക്കൊള്ളട്ടെ എൻ്റെ വീട്ടിൽ ഈ നിമിഷം വരെയും വന്നിട്ടില്ല. ആ ഒരു ജീവിത സാഹചര്യത്തിൽ കണ്ണടച്ച് ഉറങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥ. കണ്ണടയ്ക്കുമ്പോൾ ഇല്ലേ നിരന്തരം അത് തന്നെ കണ്ടിരിക്കുന്നത് കൊണ്ട് കണ്ണിനകത്ത് ചേര വളഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും. കുടിക്കാൻ വെള്ളം തരുമ്പോൾ ആ വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിനകത്ത് ചേര വളഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും. ഒരു തുണി ശരീരത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഇഴജന്തു നമ്മുടെ ദേഹത്ത് വീണ്. ഭയങ്കര ഭയപ്പാടായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്നും ഒരുപാടേറെ അനുഗ്രഹങ്ങൾ തന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ അമ്മ മാതാവിൻ്റെ പുണ്യ ആൽത്താരയ്ക്ക് മുൻപിൽ എനിക്ക് വാക്കുകളില്ല. ഒത്തിരി 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 എൻ്റെ ജീവൻ തന്നു, എൻ്റെ ജീവിതം തന്നു, എൻ്റെ ജീവിത പങ്കാളിയെ തന്നു. എൻ്റെ മക്കൾക്ക് അമ്മയായിട്ട് ഞാൻ ഒരു നേരം ആഹാരം വെച്ച് കൊടുത്തിട്ട് എന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് 2 വർഷത്തിന് മേളിൽ കൊണ്ട് ഞാൻ ആഹാരം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ല, ഇന്ന് ഞാൻ അമ്മ എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും എൻ്റെ സഹോദരനും സഹോദരി എന്ന നിലയിലും ഒക്കെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് തന്ന ഒരു വലിയ 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 ആർക്കും തരാൻ പറ്റാത്ത ഒരു അനുഗ്രഹമാണ്. എൻ്റെ അമ്മയും ഈശോയും എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തന്ന ഈ വലിയൊരു അനുഗ്രഹം. ഈ ജീവിതം ഇത് മറ്റൊരാൾക്ക് എന്നെ ഒരു വാക്കുകൊണ്ട് കുത്തിനോവിക്കാൻ പറ്റുമായിരിക്കാം, എൻ്റെ മനസ്സിനെ ഒരു വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ എന്താണെന്നും ഏതാണെന്നും ഞാൻ എവിടെ നിന്ന് വന്ന ഇന്ന് ഈ അൾത്താരയ്ക്ക് മുൻപിൽ നിൽക്കുന്നതെന്നും എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും മാത്രം അറിയാം. അതുകൊണ്ട് ഒരാളുടെ വാക്കുകൊണ്ടോ എന്നെ തളർത്താൻ പറ്റത്തില്ല. എന്നെ തളർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ആയുസ് തന്ന അവർ തന്നെ വിചാരിക്കണം. പിന്നെ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും മുൻപിൽ മുട്ടുകുത്തുന്ന അത് ആരോ ആയിക്കൊള്ളട്ടെ, അവരുടെ ആ മുട്ടുകുത്തുന്ന എടുത്ത് മറ്റൊരാളുടെ മുൻപിൽ മുട്ടുകുത്തിക്കുവാൻ അമ്മയും ഈശോയും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അക്രൈസ്തവമായിട്ട് ജീവിക്കുന്ന ഞാൻ, ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെയും ഈശോയും ആരാധിച്ചും സ്തുതിച്ചും ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി പ്രണാമങ്ങളോട് ഞാൻ നിർത്തുന്നു.
അമ്മേ മാതാവേ രക്ഷിക്കണേ, എല്ലാ ഉടമ്പടി ജീവിതം എടുക്കുന്ന എല്ലാ മക്കളെയും രക്ഷിക്കണമേ പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ജീവിതത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവതില്ല അമ്മേ.